വെച്ചാൽ അതിന്റെ കാരണം കോരസ് രാജാവ് ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്നു. തന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് എല്ലാ ദേവന്മാരോടും പ്രാർത്ഥിക്കണം. ആ നിലയിൽ യഹൂദന്റെ ദൈവത്തോടും പ്രാർത്ഥിക്കണം, മറ്റ് ദേവന്മാരോടും പ്രാർത്ഥിക്കണം. ആ അർത്ഥത്തിലാണ് കോരസ് രാജാവ് വാസ്തവത്തിൽ യഹൂദന്മാരെ അവരുടെ ദേവാലയം പണിയാനായിട്ട് വിടാനായി ഇടയായത്. അപ്പൊ 1-ാം അധ്യായം വളരെ പ്രധാനമാണ്. 3-ാം അധ്യായവും പ്രധാനമാണ്. 3-ാം അധ്യായത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ദാനിയേലിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളാണ്. നമുക്കറിയാവുന്നതിലേക്ക് ഏറ്റവും അവസാന നാളുകളാണ്. 3-ാം അധ്യായം ആയപ്പോഴേക്കും ദാനിയേലിന് നമ്മുടെ അറിവ് അനുസരിച്ച് ഒരു 87 വയസ്സെങ്കിലും കാണും. ഒരു 85 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മനുഷ്യന്റെ പ്രായത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ലഭിക്കാനായിട്ട് 3-ാം അധ്യായവും നമുക്ക് വളരെ പ്രധാനമാണ്. ആ നിലയിലല്ലാതെ ഈ വാക്യത്തിന്റെ ഈ ഭാഗത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രാധാന്യത നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഒരു വാക്കിൽ നമുക്ക് പറയാൻ ഒക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർത്തതാണ്. നെബൂഖദ്നേസർ വാഴ്ച 2-ാം ആണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കാൽക്കുലേഷനിൽ നെബൂഖദ്നേസർ വാഴ്ചയുടെ 3-ാം ആണ്ടാവും. അത് എന്തുകൊണ്ടാണ് നെബൂഖദ്നേസർ വാഴ്ചയുടെ 3-ാം ആണ്ട് എന്ന് നമ്മൾ കണ്ടു. ബാബേലിലെ അവരുടെ രാജാക്കന്മാരുടെ വാഴ്ച, അതിനു മാത്രം രാജാക്കന്മാരുടെ വാഴ്ചയിൽ ആദ്യത്തെ വർഷം അവരെപ്പോഴും പഴയ രാജാവിന്റെ അക്കൗണ്ടിലാണ് എഴുതുക. അപ്പൊ 3 വർഷമായി കഴിഞ്ഞാലും ബാബേലിലെ രാജാക്കന്മാരുടെ കണക്കനുസരിച്ച് അവരുടെ 2 വർഷം ആകത്തുള്ളൂ. അവരുടെ വർഷം ആരംഭിക്കുന്നത് അടുത്ത വർഷം ആദ്യത്തെ മാസം ആദ്യത്തെ ദിവസമാണ്. നമുക്കറിയാം ഈവൻ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏതാണ്ട് അങ്ങനെ അല്ലെങ്കിലും നമുക്കറിയാം, ഉദാഹരണത്തിന് എലിസബത്ത് രാജ്ഞി മരിച്ചു കഴിഞ്ഞപ്പോൾ ചാൾസ് രാജകുമാരനെ രാജാവാക്കി കൊറോണേഷൻ പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നടന്നല്ലേ. അന്ന് നടക്കത്തില്ലല്ലോ, മരിച്ച സമയത്ത് തന്നെ നടക്കത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഒരു ഒഫീഷ്യൽ രാജാവായിട്ട് വാഴിക്കുന്നത് അടുത്ത വർഷം ആണ്. അതുകൊണ്ടാണ് ഇവിടെ 2-ാം വർഷം. അതെന്തുകൊണ്ടാണ് പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദാനിയേൽ 3 വർഷത്തെ തന്റെ ഷണ്ണാധിപനായിരിക്കുന്ന അശ്വനാസിന്റെ കീഴിലുള്ളതായിരിക്കുന്ന വിദ്യയൊക്കെ കഴിഞ്ഞ് താൻ സ്വതന്ത്രനായി നമ്മൾ 1-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ 19-ാം അധ്യായത്തിൽ വായിക്കുന്ന രാജസന്നിധിയിൽ അവർ ശുശ്രൂഷ ചെയ്തു. 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ഇപ്പൊ ദാനിയേൽ ഫ്രീ ആയി, ദാനിയേൽ രാജസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാം. ആ സമയത്താണ് ഈ 2-ാം അധ്യായത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കാനായിട്ട് ഇടയായത്. 3-ാം വാക്യത്തിൽ അവിടെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം താൻ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് തനിക്ക് വളരെ വിഷമമുണ്ടായി എന്ന് നമ്മൾ 3-ാം വാക്യത്തിൽ കാണുന്നു. രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഇനി 4-ാം വാക്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4-ാം വാക്യത്തിന്റെ 1-ാമത്തെ സെന്റൻസ്. ആ സെന്റൻസ് ഇങ്ങനെയാണ്: അതിന് കൽദയർ അരാമ്യ ഭാഷയിൽ രാജാവിനോട്. ആ സ്ഥലം വരെ എബ്രായ ഭാഷയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായവും 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ ആദ്യത്തെ സെന്റൻസ് വരെ എബ്രായ ഭാഷയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നുള്ള ഭാഗങ്ങൾ അരാമ്യ ഭാഷയിലാണ് രേഖപ്പെടുത്തിയത്. അരാമ്യ ഭാഷ എന്ന് പറയുന്നത് കൽദയ അരാമ്യ ഭാഷ ഓർ അല്ലെ അതിനെ ബിബ്ലിക്കൽ അരാമിക് എന്ന് പറയും. 7-ാം അധ്യായത്തിന് അവസാനം വരെ ആ ഭാഷയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8-ാം അധ്യായം മുതൽ പിന്നീട് അവസാനം വരെ എബ്രായ ഭാഷയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ വിഷയം നേരത്തെ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തതാണ്. വാസ്തവത്തിൽ തിരുവചനത്തിൽ ഇവിടെയും ദാനിയേൽ പ്രവചനത്തിലും എസ്രായുടെ പുസ്തകത്തിലും അരാമ്യ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പഴയ നിയമം രേഖപ്പെടുത്തിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലത്ത് താൻ സംസാരിച്ച ഭാഷയും അരാമ്യ ഭാഷയാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് അത് ഇന്നത്തെ അരാമ്യ ഭാഷയല്ല. നമുക്കറിയാം ഭാഷകൾ കാലങ്ങൾ കഴിയുമ്പോൾ വ്യത്യാസം വരും. അത് ഒരു പ്രത്യേകമായിരിക്കുന്ന അരാമ്യ ഭാഷയിലാണ് സംസാരിച്ചത്. കർത്താവിന്റെ കാലഘട്ടത്തിൽ 3 ഭാഷ വളരെ പ്രധാനമായിട്ടുണ്ടായിരുന്നു. ഒന്ന് അരാമ്യ ഭാഷ, അത് സംസാര ഭാഷ. മതപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എബ്രായ ഭാഷ. നമുക്കറിയാം പഴയ നിയമം രേഖപ്പെടുത്തിയത് എബ്രായ ഭാഷയില്ല, മതപരമായിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ റൈറ്റിംഗ്സ് ഉണ്ടല്ലോ, സാഹിത്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ആ നാളുകളിൽ കർത്താവിന്റെ കാലത്ത് ഗ്രീക്ക് ഭാഷയിലാണ് സാഹിത്യം. മതപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് എബ്രായ ഭാഷ. അതുപോലെ സംസാര ഭാഷ അരാമ്യ ഭാഷയാണ് ആ നാളുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയും ഇന്നത്തെ ഗ്രീക്ക് ഭാഷയ്ക്ക് നമ്മൾ മോഡേൺ ഗ്രീക്ക് എന്ന് പറയാം, മോഡേൺ ഗ്രീക്ക്. എന്നാൽ അന്നത്തെ ഗ്രീക്കിന് കൊയിനെ ഗ്രീക്ക് എന്ന് പറയാം, KOINE, കൊയിനെ ഗ്രീക്ക് എന്നാണ് ആ ഭാഷയുടെ പേര്. ആ ഭാഷ വാസ്തവത്തിൽ അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഗ്രീക്ക് എന്നും പറയും. ആ ഭാഷ ഇന്നത്തെ ഭാഷയും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം മലയാളം അങ്ങനെ തന്നെയല്ലേ. ഞാൻ ഇന്ന് എനിക്ക് സമയം കിട്ടിയപ്പോൾ ഈ പഴയ മലയാളമൊക്കെ ഒന്ന് ഇന്റർനെറ്റിൽ നോക്കാനായിട്ട് ശ്രമിച്ചു നോക്കി. അതൊന്നും കിട്ടത്തില്ല. പക്ഷെ എങ്കിലും
പഴയ മലയാളമൊക്കെ നമ്മൾ ഈവൻ നമ്മുടെ KV സൈമൺ സാറിന്റെ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ വായിച്ചാൽ അതിൽ പല വാക്കുകളും നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത വാക്കുകൾ അല്ലേ. നമുക്ക് ഇന്ന് അത് മനസ്സിലാക്കാനായിട്ട് അല്പം പ്രയാസം. പഴയ മലയാളം 100 വർഷമേ ആയുള്ളൂ. അപ്പോൾ ഇപ്പൊ 2000 അല്ലെങ്കിൽ 2500 വർഷം മുമ്പുള്ളതായിരിക്കുന്ന ഗ്രീക്കും ഇന്നത്തെ ഗ്രീക്കും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതുകൊണ്ട് വ്യത്യാസമായിരിക്കും. ആ ഗ്രീക്കിന്റെ പേരാണ് കർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് അഥവാ ബൈബിൾ എഴുതിയ ഗ്രീക്കിന്റെ പേരാണ് കൊയിനെ ഗ്രീക്ക്. ആ ഭാഷയിലാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 3-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ അവിടെ രാജാവിന്റെ കൽപ്പനയും വിദ്വാൻമാരുടെ നിസ്സഹായ വ്യവസ്ഥയും നമുക്ക് കാണാനായിട്ട് കഴിയും. 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ രാജാവ്, എല്ലാ വാക്യങ്ങളും നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല, അവിടെ രാജാവ് ഈ കൽദേയരോടും അതുപോലെ തന്നെ മന്ത്രവാദികളോടും പിന്നെ സോർസറേഴ്സ് അഥവാ ശകുനവാദികളോടും പിന്നെ ആരാൾ അസ്ട്രോളജേഴ്സിനോടും ഒക്കെ ആഭിചാരകന്മാർ അവരോടൊക്കെ പറയുന്നുണ്ട്. അവരോടൊക്കെ വന്ന് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിന്റെ അർത്ഥം, ആ സ്വപ്നം ഞാൻ മറന്നുപോയി, അർത്ഥവും മറന്നുപോയി, അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നിങ്ങൾ സ്വപ്നം പറയണം, അർത്ഥവും പറയണം. അർത്ഥം ശരിയായി നിങ്ങൾ പറഞ്ഞാൽ, സ്വപ്നം ശരിയായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അനേകം സമ്മാനം തരും, ബഹുമതി നൽകും, നിങ്ങളെ നല്ല സ്ഥാനത്തൊക്കെയാക്കും. നമ്മൾ 6-ാം വാക്യത്തിൽ സമ്മാനവും പ്രതിഫലവും ബഹുമാനവും നിങ്ങൾക്ക് തരും. അവിടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആ സ്വപ്നം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കഷ്ണിക്കും, എന്ന് വെച്ചാൽ ഞാൻ കുന്നുകളയും എന്ന് മാത്രമല്ല, നിങ്ങളുടെ വീടുകളൊക്കെ ഞാൻ കുപ്പക്കുന്നാക്കും, ഡംഹില്ലാക്കും എന്ന് പറയുന്നുണ്ട്. അത് 3 പ്രാവശ്യം വിദ്വാൻമാർ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. അവരുടെ ഇന്നബിലിറ്റി, അവർക്കത് പറയാൻ സാധിക്കത്തില്ല. 3 പ്രാവശ്യം പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം ആയപ്പോൾ രാജാവിന് ദേഷ്യമായി. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? രാജാവ് 12-13 വാക്യങ്ങളിൽ രാജാവ് വിദ്വാൻമാരെ കൊല്ലുവാനുള്ളതായിരിക്കുന്ന കൽപ്പന കൊടുത്തു. അപ്പോ വിദ്വാൻമാരെ കൊല്ലാനുള്ള കൽപ്പന കൊടുത്തു. അപ്പൊ കൽപ്പന കിട്ടിയവർ എന്ത് ചെയ്തു? കൂട്ടത്തിൽ ദാനിയേലിനെയും തന്റെ ആൾക്കാരെയും കൂടെ കൊല്ലാനായിട്ട് അന്വേഷിച്ചു. അപ്പൊ അവര് ദാനിയേലിനെയും അവരുടെ ആൾക്കാരെയും കൂടെ കൊല്ലാനായിട്ടും അവര് ശ്രമിച്ചു. അതാണ് 12-13 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 11-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് വളരെ പ്രസക്തമായിട്ടുണ്ട്. എന്താ അറിയാമോ? വിദ്വാൻമാര് ഈ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നു, രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു, തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന് പറയുക. അപ്പോ വാസ്തവത്തിൽ ഈ വിദ്വാൻമാർ തന്നെ രാജാവിന്റെ അടുക്കൽ ചെന്നൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ ആർക്കും കഴിയത്തില്ല. അപ്പൊ പിന്നെ ദാനിയേൽ ഇത് പറഞ്ഞപ്പോ വാസ്തവത്തിൽ രാജാവിന്റെ മനസ്സിൽ കാണുമല്ലേ, മനുഷ്യർക്ക് അസാധ്യമാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അതും നമുക്ക് വാസ്തവത്തിൽ ദൈവത്തിന്റെ ഒരു നിയോഗമാണ് എന്ന് ചിന്തിക്കുന്നതിന് നമുക്ക് സാധ്യതയുണ്ട്. 12-ാം വാക്യത്തിൽ രാജാവ് കോപിച്ചു, അത്യന്തം ക്രോധിച്ചു, ബാബേലിലെ സകല വിദ്വാൻമാരെ നശിപ്പിക്കാൻ കൽപ്പന കൊടുത്തു. ബാബേലിലെ എന്ന് പറയുമ്പോൾ ബാബേൽ സാമ്രാജ്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ബാബേൽ സംസ്ഥാനം എന്ന് ഓർത്താൽ മതി. അഥവാ ബാബേൽ അവിടെയുള്ളതായിരിക്കുന്ന വിദ്വാൻമാരെയും പിന്നെ ശകുനവാദികളല്ലേ, അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? മന്ത്രവാദി, ക്ഷുദ്രക്കാര്. മറ്റൊരു ഭാഗത്ത് നമ്മൾ ശകുനവാദി, ക്ഷുദ്രക്കാരെന്ന് വെച്ചാൽ ഡീമോണിക് ഫോഴ്സസ് കൊണ്ട്, സാത്താന്റെ ശക്തി കൊണ്ട് ഓരോന്ന് ചെയ്യുന്ന ആൾക്കാരാണ് ക്ഷുദ്രക്കാരെന്ന് പറയാം. മന്ത്രവാദികൾ നമുക്കറിയാം. ആഭിചാരകന്മാർ എന്ന് വെച്ചാൽ ഈ വാനഗോളങ്ങളുടെ വ്യത്യാസമൊക്കെ അനുസരിച്ച് അസ്ട്രോളജേഴ്സ്, അത് വെച്ച് ഓരോ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ കൽദേയർ എന്ന് വെച്ചാൽ അവര് ബാബിലോണിയർ തന്നെയാണ്, പക്ഷെ അതിൽ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ളതായിരിക്കുന്ന അവരെ വിദ്വാൻമാരായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോ അവിടെയുള്ളതായിരിക്കുന്ന ബാബേലിലെ സകല വിദ്വാൻമാരെ നശിപ്പിക്കാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ 13-ാം വാക്യത്തിൽ അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെ കൂട്ടുകാരെയും കൂടെ കൊല്ലുവാനായിട്ട് അന്വേഷിച്ചു. 14-15 വാക്യങ്ങളിൽ രാജാവിന്റെ സേനാപതിയായിരിക്കുന്ന അരിയോക് എന്ന വ്യക്തി, സേനാപതി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിക്കുന്നു, രാജാവിന്റെ അകമ്പടി നായകനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളവൻ പുറപ്പെട്ട അരിയോക്കിനോട് ദാനിയേൽ വളരെ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ സംസാരിച്ചു. തന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തനിക്ക് മനസ്സിലാക്കാനായിട്ടിടയായി. 16-ാം വാക്യത്തിൽ ദാനിയേല് രാജാവിന്റെ അടുക്കൽ ചെന്ന് ആ കാര്യം ഞാൻ രാജാവിനെ അറിയിക്കാം, എനിക്ക് സമയം തരണം എന്ന് മാത്രം രാജാവിനോട് അപേക്ഷിച്ചു. ഇത് വായിച്ചാൽ നമുക്കറിയാം 16-ാം വാക്യം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ 26-ാം വാക്യത്തിൽ വീണ്ടും ദാനിയേൽ രാജാവിന്റെ രാജാവിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഈ ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോ 16-ാം വാക്യത്തിൽ ചെല്ലുമ്പോ വാസ്തവത്തിൽ രാജാവ് അതിന് വലിയ പ്രസക്തി കൊടുക്കുന്നില്ല. നമുക്കിത് കണ്ടാ അറിയാം. രാജാവ് അത് കേട്ടു എന്നല്ലാതെ നമ്മൾ പിന്നെ 26-ാം വാക്യം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും
രാജാവ് ആദ്യത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രസക്തി കൊടുത്തില്ല. കാര്യം ബാബേലിലെ വിദ്വാൻമാരൊക്കെ പല പ്രാവശ്യം രാജാവിന്റെ അടുക്ക പറഞ്ഞു കാണും, അല്ലേ, ഞങ്ങൾ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അത്ര പ്രാധാന്യത കൊടുത്തില്ല. എന്നാൽ ദാനിയേൽ അകത്ത് എന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുക. പിന്നെ നമ്മൾ 17ഉം 18ഉം വാക്യങ്ങൾ വളരെ പ്രധാനമാണ്. എന്താ ദാനിയേല് ചെയ്തത്? ദാനിയേല് രാജാവിന്റെ അടുക്ക ചെന്നു. രാജാവിന്റെ അടുക്ക ചെന്നിട്ട് ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു. താൻ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് തന്റെ സ്നേഹിതന്മാരെയും കൂടെ വിളിച്ചിട്ട് ഒരു പ്രാർത്ഥനാ യോഗം നടത്തുക. ഞാൻ ഇത് വായിച്ചപ്പോ എനിക്കിത് എന്നെ വളരെയധികം സ്വാധീനിക്കാൻ ഇടയായി. നമ്മുടെ ആവശ്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താ ഇവിടുത്തെ പ്രശ്നം? ദാനിയേലും തന്റെ 3 സ്നേഹിതന്മാരുടെയും ജീവൻ ഭീഷണിയിൽ, അല്ലേ? ഇതേപോലത്തെ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. കാര്യം 16-ാം വാക്യം ആകുമ്പോ ദാനിയേൽ ചെന്ന് രാജാവിന്റെ അടുക്ക ചെന്ന് പറയുമ്പോൾ ദാനിയേലിന് സ്വപ്നത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അറിയാത്ത സമയത്താണ് ദാനിയേൽ പോയി ഈ കാര്യം പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര ധൈര്യത്തോടു കൂടി പറഞ്ഞുപോയി, അല്ലെ? പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നെയും ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ രാജാവിന്റെ അടുക്ക പറഞ്ഞുപോയി. ഇവരെ കൊല്ലാനായിട്ട് അരിയോക്ക് അഥവാ ഈ കൊല്ലുവാൻ ചുമതലപ്പെട്ട സേനാധിപന്മാരൊക്കെ ഇവരെ അന്വേഷിച്ച് നടക്കുക. ആര്യ? ദാനിയേലിനെയും കൂട്ടുകാരെ അന്വേഷിച്ച് നടക്കുക. അപ്പം മരണം തീർച്ചയാണ്. ആ ഒരു വലിയ പ്രത്യേക സാഹചര്യം, അതിനെക്കാട്ടിൽ എനിക്ക് തോന്നുന്നത് ഒരു സാഹചര്യം ഒരു മനുഷ്യർക്ക് ഉണ്ടാകാൻ സാധ്യത, നാളെ കൊല്ലും എന്നുള്ളതായിരിക്കും സാധ്യതയുള്ള സമയം. ഇവര് 3 പേരോടെ പോയി 4 പേരോടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാനൊരു കാര്യം ആലോചിച്ചു. എന്തറിയാമോ? നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ ആവശ്യങ്ങളും സഭയുടെ ആവശ്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ സഭായോഗത്തിന്റെ നമ്മുടെ ഒരുമിച്ചുള്ളതായിരിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് ചേർന്നിരുന്ന് ഒരേ കാര്യം ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ ആവശ്യപ്പെടുമ്പോ ഞാൻ പറയുന്നത് സ്വർഗത്തിന് അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാനായിട്ട് സാധ്യമല്ല. സ്വർഗം അത് കേൾക്കാതിരിക്കാനായിട്ട് സാധ്യമല്ല. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് തീർച്ചയായിട്ടും പറയണം, സ്തോത്രത്തോടെ അറിയിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുമിച്ചും ചെയ്യണം. സഭായോഗം, നമ്മുടെ സഭയുടെ പ്രാർത്ഥനാ കൂടിവരവ് ഏറ്റവും പ്രധാനമാണ്. അല്ലെങ്കിൽ എന്താ, ദാനിയേലിന് പോയി പ്രാർത്ഥിച്ചാൽ പോരെ? ഇവർക്ക് 3-4 പേർക്ക് സെപ്പറേറ്റഡ് പ്രാർത്ഥിച്ചാൽ പോരെ? അങ്ങനെയല്ല, അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിക്കുന്നത് അറിയാമോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 19-ാം വാക്യം ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാനിയേലിന് ദർശനം ലഭിച്ചു. ആ രാത്രി ഉറങ്ങാൻ കഴിയുമോ ദാനിയേലിന്? കഴിയുമോ? സാധാരണഗതി കഴിയാൻ സാധ്യതയില്ല. കാര്യം ഇത് അറിഞ്ഞില്ലെങ്കിൽ ദാനിയേലിന് ഉറക്കം വരുമോ? നാളെ ഞാൻ ചാവാൻ പോകുന്ന പറയും, ഇന്ന് ആരെങ്കിലും ഉറങ്ങത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ദാനിയേൽ ദർശനം എന്താ? ദർശനം സ്വപ്നം എന്നുള്ള വ്യത്യാസം എന്താ? ദർശനം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ കാണുന്നതിനാണ് ദർശനം എന്ന് പറയുന്നത്. സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതാ. ഇവിടെ ദാനിയേലിന് ഒരു ദർശനം കിട്ടി എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ദാനിയേൽ പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോൾ ഈ 4 സ്നേഹിതന്മാരും പ്രാർത്ഥനാ നിരതരായിരിക്കുമ്പോൾ ദാനിയേലിന് ആ സ്വപ്നത്തിന് ഉത്തരം ലഭിച്ചു, അഥവാ സ്വപ്നം തനിക്ക് മനസ്സിലായി ദർശനത്തിലൂടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഭാഗത്തു നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും വിഷയം, ദൈവസന്നിധിയിൽ ദൈവജനം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളതാണ്. ഇനി 19 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ അതും വളരെ പ്രധാനപ്പെട്ടതാ. ദാനിയേലിന് സ്വപ്നം ലഭിച്ചു, സ്വപ്നത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭിച്ചു. ദാനിയേലിന്റെ ദർശനത്തിൽ ഇതെല്ലാം കിട്ടി, സ്വപ്നം കിട്ടി, അതിന്റെ അർത്ഥം കിട്ടി, എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ ദാനിയേൽ എന്താ ചെയ്തേ? 19 വാക്യങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചു. അത് വാസ്തവത്തിൽ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ സാധാരണഗതിയിൽ ദൈവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി, നമ്മുടെ സഭാ മെമ്പേഴ്സിന് വേണ്ടി, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമോ? ആ വിഷയം പറഞ്ഞ് സ്തുതിക്കുമോ? ചിലപ്പോഴൊക്കെ സ്തുതിക്കും, അല്ലേ? പക്ഷേ അത് വളരെ പ്രധാനമാണ്. ഇവിടെ നമ്മൾ നോക്കിയാല് 21-ാം വാക്യം ശ്രദ്ധിച്ചു നോക്കി. 21-ാം വാക്യത്തിൽ അവൻ ദൈവത്തെ സ്തുതിക്കുന്നത് തനിക്ക് ലഭിച്ചതായിരിക്കുന്ന ആ സ്വപ്നത്തിന്റെ അർത്ഥത്തെയും ബേസ് ചെയ്താണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇന്ന് പലർക്കും അങ്ങനെയല്ലേ? ദൈവസന്നിധിയിൽ നമുക്ക് ഒരുപാട് നന്മകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും ഓർക്കാറുള്ളതാ, പണ്ടൊക്കെ ആയിരുന്നു ഈ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇപ്പൊ ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു നമുക്ക് മീറ്റിങ്ങിന് വരാനും വേദോസം വായിക്കാനും പ്രാർത്ഥിക്കാനും രാത്രി പ്രാർത്ഥിക്കാനും ഒക്കെ സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ ജോലിയൊക്കെ ആയി, നമുക്ക് ഇഷ്ടം പോലെ ബിസിനസ് ഒക്കെ ആയി, കാര്യങ്ങളൊക്കെ നേരെയായി വന്നപ്പോ നമുക്ക് ദൈവസന്നിധി വരാനായിട്ട് സമയമില്ലാത്ത സിറ്റുവേഷൻ വരും. ഞാൻ ചോദിക്കട്ടെ, അത് ദൈവം നമുക്ക് ചെയ്തൊരു ഉപകാരത്തിന് നമ്മൾ ദൈവത്തോട് എങ്ങനെയാ പ്രതികരിക്കേണ്ടത്? ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു, പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകും.
പക്ഷേ നമ്മൾ അതിന് പ്രാധാന്യത കൊടുക്കുന്നില്ലെങ്കിൽ, നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ആ അനുഗ്രഹത്തിന് നാം ദൈവത്തോട് തിരിച്ചു നന്ദി പറയുന്നില്ലെങ്കിൽ, എനിക്ക് ദൈവം നന്മ നൽകിയപ്പോൾ, എനിക്ക് നല്ല ജോലി നൽകിയപ്പോൾ, എന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ലഭിച്ചപ്പോൾ ആ അഭിവൃദ്ധിക്ക് അനുസരിച്ച് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ, അതിനെ നമുക്ക് എന്താ നന്ദികേടെന്ന് പറയാം അല്ലേ? ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവിനും അത് ആഗ്രഹം കേട്ടോ. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. കർത്താവ് ചോദിച്ചു, മറ്റൊമ്പത് പേര് എവിടെയും ചോദിച്ചല്ലേ? കർത്താവിനത് വളരെ പ്രധാനമാണ്. കർത്താവിനും അറിയാം, കർത്താവിനത് ആഗ്രഹിക്കുക. നമുക്കൊരു കാര്യം ദൈവം നന്മ ചെയ്താൽ ഒരു താങ്ക് യു എന്ന് പറയാനുള്ളതായിരിക്കുന്ന നിർബന്ധം നമ്മുടെ മേലുണ്ട്. നമ്മൾ യാതൊരു കാരണവശാലും നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് ഒരു മുടക്കം അത് മുഖാന്തരം വന്നാൽ, ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തു, ആ ആള് പിന്നെ നമ്മളെ കണ്ടാൽ മിണ്ടത്തില്ലെങ്കിൽ പിന്നെ ആ ഉപകാരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ലല്ലേ? നമ്മൾ കൊടുത്ത ഉപകാരത്തിന് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് അതാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 21-ാം വാക്യം ശ്രദ്ധിക്കുക. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. 21-ാമത്തെ വാക്യം ഇതേ കാര്യം തന്നെ നമ്മൾ 7-ാം അധ്യായത്തിൽ അവിടെ അന്തിക്രിസ്തുവിനെ കുറിച്ച് ഒരു ഭാഗമുണ്ട്. അവിടെ 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കാം. 25-ാമത്തെ വാക്യം, അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. അവിടെ ശ്രമിക്കുകയും ചെയ്യുന്നത് അത് യഹൂദനുള്ള ബന്ധത്തിലാണ്. അന്തിക്രിസ്തു രാജാവായിട്ട് വരുമ്പോ യഹൂദന്മാരുടെ സകലവിധമായിരിക്കുന്ന ഉത്സവങ്ങൾക്കൊക്കെ അവർക്ക് ഡേറ്റ് ഉണ്ട്, ഫിക്സ് ഡേറ്റ്, സമയം, സന്ധ്യായാഗം, ഇങ്ങനെ വിവിധമായിരിക്കുന്ന സമയങ്ങളുണ്ട്. ഇതെല്ലാം ഈ അന്തിക്രിസ്തു മാറ്റാനായിട്ട് ശ്രമിക്കും. അതാണ് നമ്മൾ 7-ാം അധ്യായത്തിൽ കാണുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? കർത്താവിനെ കുറിച്ച് കാണുന്നത് എന്താ? കർത്താവിനെ കുറിച്ച് കാണുന്നത് ഡെഫിനിറ്റീവ് അല്ലേ? ഡെഫിനിറ്റ്. മറ്റടുത്ത ഡെഫിനിറ്റ് ആണോ? അല്ല. ശ്രമിക്കും എന്ന് പറയാം. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ശ്രമിക്കാം എന്ന് പറയാൻ എന്താ അതിന്റെ അർത്ഥം? ഡെഫിനിറ്റ്നെസ് ഉണ്ടോ? ഇല്ല. അതേസമയം ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. വാസ്തവത്തിൽ ഈ ഭാഗം 21-ാം വാക്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചപ്പോഴും 21-ാം വാക്യം 4-ാം അധ്യായത്തിലെ വാക്യത്തോടനുബന്ധിച്ച് നമ്മൾ പഠിച്ചതാണ്. ഈ പുസ്തകത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആശയമാണ് ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. കാലങ്ങളെയും സമയങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. അതുപോലെ രാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്നുള്ളതായിരിക്കുന്ന വസ്തുത നമുക്കറിയാം. നമ്മൾ വാസ്തവത്തില് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങളും അതുപോലെ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഓർത്താൽ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വിചാരിക്കും. വാസ്തവത്തിൽ ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ് എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തുനിന്ന് മാത്രമല്ല കേട്ടോ, ദൈവവചനം ആകമാനം നോക്കിയാൽ എല്ലാ സ്ഥലത്തും, ഈവൻ പ്രവാചകന്മാർ പോലും യഹൂദന്മാരെ കുറിച്ച് മാത്രമല്ല, നിനവയെ കുറിച്ചും മറ്റ് ഏദോമിനെ കുറിച്ചും ഒക്കെ പ്രവചിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാ. അവൻ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് അനുകൂലമാവത്തില്ല. അനുകൂലമാവാത്തതിന്റെ കാര്യം എന്താ? യഹൂദന്മാർക്ക് അനുകൂലമായില്ല. 70 വർഷം പോയി അവർ ബാബേലിൽ താമസിച്ചു. അതിനു മുമ്പ് തന്നെ 10 ഗോത്രങ്ങളെ നഷ്ടപ്പെട്ടു പോയി. 10 ഗോത്രങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടേ പോയി. എവിടെ പോയി എന്ന് തന്നെ അറിയത്തില്ല. അപ്പൊ എന്താ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവരുടെ തന്നെ യഹൂദന്റെയും ഇസ്രായേലിന്റെയും പാപമായിരുന്നു അതിന് മുഖാന്തരമായി തീർന്നത്. അപ്പൊ നമ്മുടെ തന്നെ കുറവുകൊണ്ടൊക്കെ ചിലപ്പോ നമുക്ക് അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ വന്നുകൊള്ളണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോ നമ്മുടെ ഉണർവിനായിട്ട് നമുക്ക് ആത്മീയമായി കൂടുതൽ ഉന്നതി പ്രാപിപ്പാനായിട്ടൊക്കെ ചിലപ്പോ നമ്മളൊക്കെ വിശുദ്ധന്മാരായിട്ട് ജീവിച്ചാൽ പോലും, നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ പോലും നമുക്ക് ഒരുപക്ഷെ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് വരാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ദൈവമാണ്, നമ്മുടെ കർത്താവാണ് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നവൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 24-25 വാക്യങ്ങളില് അവിടെ ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കാൻ രാജാവ് നിയോഗിച്ചിരുന്ന അരിയോക്കിന്റെ അടുക്കൽ ചെന്നു. അപ്പൊ രാത്രിയിൽ ദർശനം ദാനിയേലിന് ലഭിച്ചു. ദാനിയേൽ ദർശനം അറിഞ്ഞു, ദൈവത്തെ സ്തുതിച്ചു. അത് കഴിഞ്ഞിട്ട് അരിയോക്കിന്റെ അടുക്കിലേക്ക്, അഥവാ സേനാധിപനായിരിക്കുന്ന രാജാവിന്റെ അകമ്പടി നായകനായിരിക്കുന്ന അരിയോക്കിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്നെ രാജാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുക, ഞാൻ രാജാവിനോട് ഈ കാര്യങ്ങൾ പറയാം എന്ന് 24-25 വാക്യങ്ങൾ പറയാം. 26-ാം വാക്യത്തിൽ രാജാവിന്റെ അടുക്കൽ ദാനിയേൽ ചെന്നു. അവിടെ ചെന്നിട്ട് രാജാവ് ദാനിയേലിനോട് ചോദിക്കുകയാണ്, ബെൽഷസ്സർ എന്നും പേരുള്ള ദാനിയേലിനോട് രാജാവ്, ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിപ്പാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. അത്ഭുത പരതന്ത്രനായിട്ടാണ്
ഇപ്പോ ഈ രാജാവ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 16-ാം വാക്യത്തിൽ ആദ്യം രാജാവിന്റെ അടുത്ത് ദാനിയേൽ ചെന്നപ്പോ താൻ അത്ര മൈൻഡ് ചെയ്തില്ല, കാര്യം അത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇപ്പോ ഞാൻ പറയാം എന്ന് പറഞ്ഞു വന്നപ്പോ രാജാവ് വളരെ അത്ഭുത പരതന്ത്രനായിട്ടാണ് ദാനിയേലിനോട് പെരുമാറുന്നത്. ഇനി 27-28 വാക്യങ്ങൾ വളരെ പ്രധാനമാണ്. എന്താ അറിയാമോ? എന്നാൽ 25-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 25-ാം വാക്യത്തിൽ അര്യോക് ദാനിയേലിനെ വേഗം രാജസന്നിധിയിൽ കൊണ്ടുവന്ന് രാജാവിനെ അർത്ഥം ബോധിപ്പിക്കേണ്ടതിന് യഹൂദ പ്രവാസികൾ ഒരുത്തനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഉണർത്തിച്ചു. അപ്പം ഈ ദാനിയേലിനെ കണ്ടെത്തിയതിന്റെ, ദാനിയേൽ പറയുന്ന അർത്ഥം പറയാൻ കൊടുക്കുന്നതിന്റെ ക്രെഡിറ്റ് ഒരു പരിധിവരെ അര്യോക്കും കൂടി എടുക്കാൻ ശ്രമിക്കുക, അല്ലേ? അര്യോക്ക് എടുക്കാൻ ശ്രമിക്കുക. അര്യോക്ക്, അതാണ് ലോക മനുഷ്യന്റെ സ്വഭാവം. അങ്ങനെയാ, ലോക മനുഷ്യര് എല്ലാത്തിനും ക്രെഡിറ്റ് ആരെടുക്കും? സ്വന്തമായിട്ട് എടുക്കും. ഞാനാണ് അത് ചെയ്തത്, എന്റെ കൈയാണ് എന്ന് പറയും. നമുക്കറിയാം, നമ്മൾ പഠിച്ചു വരുമ്പോ ഇവിടെ തന്നെ നെബൂഖദ്നേസർ അത് വീണ്ടും പറയുന്നുണ്ട്, മഹദിയ ബാബിലോണിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ലോക മനുഷ്യന്റെ സ്വഭാവമാണ്. അര്യോക്ക് എന്ത് ചെയ്തു? അര്യോക്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ 27-28 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ദാനിയേൽ പറയുന്നത് ശ്രദ്ധിക്കുക. രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരന്മാർക്കും മന്ത്രവാദികൾക്ക് ശകുനവാദികൾക്ക് രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല, എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം സ്വർഗത്തിലുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഒരു വലിയ ഒരു വെളിപ്പാട് എന്ന് വെച്ചാൽ ഒരു ഷോക്കാണ് രാജാവ് ലഭിച്ചത് എന്ന് ഞാൻ വിചാരിക്കുക. നമ്മളോട് ഒരാൾ പറയാന്ന് വെക്കാം, നാളെ ഒരാൾ നമ്മളോട് വന്ന് പറയാണ് അവർ വിശ്വസിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് നമ്മളോട് സ്ഥാപിക്കാൻ വന്നാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ല ഒരു പോയിന്റ്. പക്ഷെ അതിലൊരു ഷോക്ക് ഉണ്ടല്ലേ, ഷോക്ക് ഫാക്ടർ ഉണ്ട്. നമ്മളിത് വായിച്ച് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ പോലെ വായിക്കും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് രാജാവിനെ സംബന്ധിച്ചൊരു ഷോക്കാ. എന്താ ഷോക്ക്? നിന്റെ ദൈവമല്ല യഥാർത്ഥ ദൈവം, ബാബേലിലെ വിദ്വാൻമാരുടെ ദൈവമല്ല, ഇവർക്കത് സാധിക്കത്തില്ല, അവർക്കത് സാധിക്കത്തില്ല. തന്നെയല്ല ഇവിടെ പറയുന്നു, വേറെ കാര്യം പറയുന്നു കേട്ടോ. അതായത് 30-ാം വാക്യം വരുമ്പം എനിക്കോ ജീവനോട്ടിരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായ ജ്ഞാനം ഒന്നും ഉണ്ടായിട്ടല്ല എന്ന് പറയാം. അപ്പോ ദാനിയേല് രാജാവിന്റെ സന്നിധി വന്ന് പറയുകയാണ്, ഞാൻ മറ്റുള്ളവരെക്കാട്ടിൽ ഒന്നും കഴിവുള്ളവനല്ല, നിങ്ങളുടെ ആൾക്കാർക്കും ഇത് പറയാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ കണ്ടല്ലോ നേരത്തെ ഈ വിദ്വാൻമാര് രാജാവിന്റെ അടുക്ക ചെന്നും പറഞ്ഞു, എന്താ പറഞ്ഞത്? മനുഷ്യർക്ക് സാധിക്കത്തില്ല, ഇത് ജഡവാസമില്ലാത്തതായിരിക്കും, ദേവനെ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതാ. അത് രാജാവിന്റെ മനസ്സിലുണ്ടാവും. അതിന്റെ കൂടി ഇപ്പൊ ദാനിയേലും പോയി പറയാണ്, നിങ്ങളുടെ ആൾക്കാർക്ക് ഒന്നും സാധിക്കത്തില്ല, നിങ്ങളുടെ ദൈവമല്ല യഥാർത്ഥ ദൈവം, സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട് എന്ന് പറയുക. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാനൊരു കാര്യം എന്താ ഓർത്തെന്നറിയാമോ? ഈ നമുക്ക് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും, അല്ലെ? നമുക്ക് നെഗറ്റീവായുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ നെഗറ്റീവായുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത് എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ വായിച്ചപ്പോൾ ഓർത്ത്, നമ്മുടെ ആഗ്രയിലെ ചാർലിച്ചായൻ, ബെനയുടെ ഫാദർ, താൻ സുവിശേഷത്തിന് വേണ്ടി അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയപ്പോ അത് തന്നെ താൻ ഒരു ചാൻസ് ആക്കി, നമ്മൾ ഇവിടെ സാക്ഷ്യം കേട്ടതാണ്, ചാൻസ് ആക്കി അവിടെയുള്ളവരോടും പത്രക്കാരോടും ഒക്കെ താൻ സുവിശേഷം പറഞ്ഞു എന്ന് കേട്ടു. നമുക്ക് സാധ്യതകളുണ്ട് കേട്ടോ. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഓർത്തു, ഈ വീട്ടിലെ പിന്നെ ക്രിസ്മസ് ആയപ്പോ കരോളിന് ആൾക്കാർ വരും, ഈ പിള്ളേരൊക്കെ വരും, നമ്മുടെ നാട്ടിലെ പിള്ളേരല്ലേ, അവർ വരും, അവര് 200 പ്രാവശ്യം 2-3 ഒരു പാട്ടൊക്കെ പാടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമ്മൾ ഇച്ചിരി കാശ് കൊടുക്കും, സന്തോഷത്തോടെ അവർ പോകും. ഞാൻ ഓർത്ത് നമുക്കൊരു ചാൻസാ കേട്ടോ. ഞാൻ അതിൽ ഒരു ഗ്രൂപ്പിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മൾ തയ്യാറായിട്ടിരിക്കാമെങ്കിൽ, ഞങ്ങളുടെ വീട്ടിൽ 4 ഗ്രൂപ്പെങ്കിലും അത്, നമ്മുടെ നാട്ടിലെ പിള്ളേരല്ലേ, അവരെ പിണക്കാൻ ഒക്കത്തില്ലല്ലോ, അവർ വന്ന് സന്തോഷിച്ചിട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് അതൊരു ചാൻസാ. അവര് വന്ന് നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ്, എന്തോ അതെ എറണാകുളത്തെ കാര്യം, നമ്മുടെ വീട്ടില് അവർ വരുമ്പോ നമുക്ക് അവർക്ക് ഒരു നമ്മൾ അവർക്ക് ആഹാരം കഴിക്കാനായിട്ടായിക്കോട്ടും, നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സുവിശേഷം പറയാനൊരു സാധ്യതയായിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാനും നമുക്ക് എടുക്കാൻ നോക്കും. ഹൈന്ദവർ പിള്ളേരല്ലേ, എത്രയോ പിള്ളേർ നമ്മുടെ വീടുകളിൽ എങ്ങനെ വന്നു പോകുന്നു. ഞാൻ പറയാൻ വന്ന ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ, നമുക്കൊരു താങ്ക് യു കാർഡ് ഉണ്ടായിരുന്നു, നമ്മളത് പിന്നെ ഇപ്പൊ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, ആരുടെയും കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ദാനിയേല് അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉപയോഗിച്ചത് എന്ന് ഞാൻ ഓർക്കുകയാണ്. പിന്നെ 28-ാം വാക്യത്തിൽ നമ്മൾ ഓർത്തതുപോലെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ മുഴുവൻ മഹത്വവും സ്വർഗത്തിലെ ദൈവത്തിന് കൊടുക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന് താൻ കൊടുക്കുകയാണ്. 28-ാം വാക്യം,
29 വാക്യം മുതൽ 35 വാക്യം വരെ ജോമോനെ ഇതൊന്ന് എടുത്തോളൂ, എല്ലാവരും കൊടുത്തു. 29 വാക്യം മുതൽ 35 വാക്യം വരെ ദാനിയേൽ താൻ സ്വപ്നം അറിയിക്കുകയാണ്. ദാനിയേൽ സ്വപ്നം പറയുകയാണ് എല്ലാവരോടും. 29-35 വരെ. 36 മുതൽ 45 വാക്യം വരെ ദാനിയേൽ ഈസ് ഗീവിംഗ് ദി ഇന്റർപ്രിട്ടേഷൻ. ദാനിയേൽ ഈസ് ഗീവിംഗ് ദി ഇന്റർപ്രിട്ടേഷൻ. ഈ പടം നിങ്ങളുടെ ആർക്കെങ്കിലും സൂമിലുള്ളവർക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തരാൻ ശ്രമിക്കുന്നതാണ്. 31 വാക്യം. അടുത്ത ആഴ്ച കൊണ്ടുവരണം കേട്ടോ. അടുത്ത ആഴ്ച ഇത് കൊണ്ടുവരണം. അടുത്ത ആഴ്ച എന്തായാലും നമുക്ക് റിവിഷൻ ആവശ്യം വരും. ഇന്ന് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് റിവിഷൻ ആവശ്യം വരും. നിങ്ങളിത് കൊണ്ടുവരണം എന്ന് ഓർപ്പിക്കുക. 31 വാക്യം. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. വലിയ ഒരു ബിംബം. കിട്ടിയോ? മോൾക്ക് കിട്ടിയോ? കിട്ടി. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. 32 വാക്യം. ബിംബത്തിന്റെ തല തങ്കം കൊണ്ട്. അല്ലെ? കാണാമല്ലോ അല്ലെ? ഇവിടെയും കാണാമല്ലോ അല്ലെ? സൂമിലും കാണാം. തല തങ്കം കൊണ്ട്. പിന്നെ നെഞ്ചും കൈയും വെള്ളി കൊണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോ വയറും അരയും താമ്രം കൊണ്ട്, അഥവാ ബ്രാസ് കൊണ്ട്. വയറും അരയും താമ്രം കൊണ്ട്. തുട ഇരുമ്പ് കൊണ്ട്. ഇവിടെ തുട എന്നാണ് മലയാളത്തില്, ഇംഗ്ലീഷിൽ ലെഗ്സ് എന്ന് എഴുതിയേക്കുന്നത്, ലെഗ് എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ലെഗിന്റെ താഴെ വരെ ആയിരിക്കാം. ഇവിടെ മലയാളത്തിൽ തുട എന്ന് എഴുതിയേക്കുന്നത്. തുട ഇരുമ്പ് കൊണ്ട്. കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും. നമ്മൾ അവിടെ ഫീറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. മലയാളത്തില് കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും എന്ന കാൽ എന്ന എഴുതിയേക്കുന്നത്. അത് ചെറിയ വ്യത്യാസമായിട്ട് നമ്മൾ കണക്കാക്കിയ, ട്രാൻസ്ലേഷൻ ഡിഫറൻസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം, തുടക്കം സ്വർണമായ തല, പിന്നെ താഴെ നമ്മൾ സിൽവർ അഥവാ വെള്ളി, അത് നെഞ്ചും കൈയും വെള്ളി, പിന്നെ വയറും അരയും താമ്രം, തുട ഇരുമ്പ്, കാൽ പാതി ഇരുമ്പ്, മറ്റേ പാതി അഥവാ ഫീറ്റ് അഥവാ പാദം പാതി ഇരുമ്പ് പാതി കളിമണ്ണ് കൊണ്ടും ഉള്ളതായിരുന്നു എന്നുള്ളതാണ്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പിന്നെ വരാം. ആ പടം മാത്രം നമ്മളിപ്പോ കണ്ട വലിയൊരു ബിംബം. ബിംബത്തിന്റെ തല സ്വർണം, പിന്നെ നമ്മൾ സിൽവർ അഥവാ വെള്ളി, പിന്നെ ബ്രാസ് അഥവാ താമ്രം, പിന്നെ താഴെ ഇരുമ്പ്, പിന്നെ കളിമണ്ണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഞാൻ വേറൊരു ചാർട്ട് തരാം. ഇത് മനസ്സിലാക്കാനായിട്ട്, ഇതും നമ്മൾ മറ്റു ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് വളരെ പ്രയോജനപ്രദമാണ്. ഇനി അടുത്ത വാക്യം 35 വാക്യം. 34 വാക്യം. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഒരു കല്ല് എങ്ങും തൊടാതെ പറഞ്ഞു വന്നു, എങ്ങും തൊടാതെ കടന്നു വന്നിട്ട് ഈ പാദത്തിൽ അടിച്ചു. വലിയൊരു ബിംബമാണ്, വളരെ ശക്തമായിരിക്കുന്ന ബിംബമാണ്. സ്വർണമുണ്ട്, സിൽവർ ഉണ്ട്, താമ്രമുണ്ട്, ഇരുമ്പുണ്ട്. പക്ഷെ കാൽപാദം പകുതി ഇരുമ്പും പകുതി കളിമണ്ണും പശയുള്ള കളിമണ്ണ കേട്ടോ, ശക്തിയുള്ളതാണ്, ഹോൾഡ് ചെയ്യാൻ ശക്തിയുള്ളതാണ്. പക്ഷേ ഒരു ഇടി കിട്ടിയാല് അത് താഴെ പോവും. അതാണ് ഇവിടെ ഒരു വലിയ ബിംബം, ഒരു വലിയ കല്ല് വന്ന് ഈ ബിംബത്തെ ഇടിച്ചു തകർത്ത് കളഞ്ഞു. 35 വാക്യത്തിൽ ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു, വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തിലും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെ നിറഞ്ഞു. അതാണ് സ്വപ്നം. അപ്പൊ ഈ വലിയ കല്ല് ഈ ബിംബത്തിന്റെ കാൽപാദത്തെ വന്നടിച്ചു. കാൽപാദത്തെ വന്നടിച്ചപ്പോ ഈ ബിംബം താഴെ വീണു തകർന്നു പോയി എന്ന് മാത്രമല്ല, അത് ധൂളിയായിപ്പോയി എന്ന് വെച്ചാൽ പറപ്പിക്കത്തക്കവണ്ണം ഈ ഇരുമ്പും സ്വർണവും വെള്ളിയും എല്ലാം പറന്നു പോകത്തക്കവണ്ണം അത് അങ്ങനെ അതേപോലെ പൊടിഞ്ഞുപോയി
എന്ന് മാത്രമല്ല, ഒരു കാറ്റ് വന്നതിനെ അടിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, ഇത് അടിച്ചു കഴിഞ്ഞിട്ട്, അടിക്കുന്നതിന് മുമ്പല്ല കേട്ടോ, ഒരു കല്ലായിട്ടാണ് വന്നത്. പക്ഷേ അടിച്ചു കഴിഞ്ഞപ്പോ അതൊരു വലിയ പർവ്വതമായിട്ട് ലോകത്തെ മുഴുവൻ ഭൂമിയൊക്കെ നിറയത്തക്കവണ്ണം, എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യത്തക്കവണ്ണം ഒരു വലിയ പർവ്വതമായിട്ട് അത് തീർന്നു. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരും. പക്ഷേ ഈ കല്ല് എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ഒരു വാചകത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഇന്ന് തന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഇനി 36-ാമത്തെ വാക്യം, 36, ഇതത്ര സ്വപ്നം, അർത്ഥവും അടിയങ്ങൾ തിരുമനസ് അറിയിക്കാം. ഇനി അർത്ഥം അവിടെ പറയാം. 37-ാമത്തെ വാക്യം, 37-38 വാക്യങ്ങൾ. രാജാവെ, തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു. സ്വർഗസ്നായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കയിൽ തന്നു. എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതി ആക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. അപ്പൊ ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ 4, വേണമെങ്കിൽ 5 സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതില് സ്വർണ്ണത്തല എന്ന് പറയുന്നത് ഇവിടെ പറയുകയാണ്, അത് തിരുമനസ്സാണ്, അഥവാ നെബൂഖദ്നേസർ രാജാവാണ്, അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യമാണ് എന്ന് പറയാം. ബാബിലോൺ സാമ്രാജ്യം ആണ് എന്നാണ് 37-38 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ പറയുകയാണ് സ്വർണ്ണത്തല ബാബിലോൺ എന്ന് വെച്ചാൽ ഈ ബിംബത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭാഗം ആണ് ബാബിലോൺ എന്നുള്ളത്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ അതെന്താണ് അതിന്റെ പ്രാധാന്യത എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ ഈ 4 രാജ്യത്വങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാജ്യത്വമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകാധിപത്യമാണ് ലോകത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളിലേക്കും ഏറ്റവും നല്ലത്. നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും, കർത്താവായ യേശു ക്രിസ്തുവും അവൻ ഭൂമിയിലേക്ക് വരുമ്പോ അവൻ എന്താ ചെയ്യുന്നത്? ജനാധിപത്യമാണോ നടത്തുന്നത്? ആണോ? അല്ല, ഏകാധിപത്യമാ. നമ്മുടെ കർത്താവ് ഏകാധിപതിയായിരിക്കും. അപ്പൊ ഏകാധിപത്യം എന്ന് പറയുന്നതാണ് ഈ പല ഭരണക്രമങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭരണക്രമം നല്ല രാജാക്കന്മാരാണെങ്കിൽ. ജനാധിപത്യത്തിന്റെ പ്രശ്നം എന്താ അറിയാമോ? ജനാധിപത്യത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് മെജോറിറ്റിയാണ് വിൻ ചെയ്യുന്നത്, അല്ലെ? മെജോറിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ മെജോറിറ്റി മോശമാണെങ്കിൽ എപ്പോഴും മൈനോറിറ്റിക്ക് പ്രശ്നം, അല്ലേ? മൈനോറിറ്റിയെ മെജോറിറ്റി കൂടെ കൊണ്ടുപോകത്തില്ല. അതാ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും അങ്ങനെയാ. ജനാധിപത്യം ഉള്ളിടത്തെല്ലാം മൈനോറിറ്റിക്ക് പ്രശ്നമാണ്. അപ്പോൾ ജനാധിപത്യം ഒരു സ്ഥലത്തും നല്ലതായിരുന്നില്ല. നല്ലതാണ് നമ്മൾ വിചാരിക്കും. ഈവൻ സഭകളിൽ പോലും ജനാധിപത്യമില്ല. ദൈവം തമ്പുരാൻ ജനാധിപത്യം സഭയെ കൊടുത്തിട്ടുണ്ടോ? കർത്താവ് തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ ജനാധിപത്യം പാടില്ല, അവിടെ എൽഡേഴ്സ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ കാര്യം. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരിക്കലും അത് ഒരു നല്ല ഭരണക്രമമായിട്ട് ദൈവജനം കാണുന്നില്ല. നമുക്കും അറിയാം നല്ല ഭരണക്രമമല്ല. കാര്യം എന്താ? ഉറക്കെ പറയുന്നവരും അവസാനം പറയുന്ന ആളും വിജയിക്കും. അതാ ജനാധിപത്യത്തിന്റെ പ്രത്യേകത, അല്ലേ? നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ ഉറക്കെ പറയുന്ന ആളും വിജയിക്കും, അവസാനം പറയുന്ന ആളും വിജയിക്കും. പാവം പിടിച്ചവനൊക്കെ അവിടെ നോക്കിയിരിക്കത്തേ ഉള്ളൂ, ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ജനാധിപത്യത്തിന്റെ പ്രശ്നം. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് കൂടുതൽ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം തല എന്ന് പറയുന്നത് ബാബിലോൺ ആണ്. നമുക്ക് പെട്ടെന്ന് താഴോട്ട് പോവാം. പിന്നെ 39-ാം വാക്യത്തിൽ തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വം വരും. അതാണ് മേദ്യ പേർഷ്യ രാജാക്കന്മാർ. അതാണ് സിൽവർ അഥവാ വെള്ളി കാണിക്കുന്നത് മേദ്യ പേർഷ്യ അപ്പൊ ബാബിലോൺ മേദ്യ പേർഷ്യ രാജാക്കന്മാർ. നമ്മളിവിടെ കാണുന്നത് 539 BC ഇവിടെ കാണുന്ന വർഷങ്ങളെല്ലാം ബാബിലോൺ ഇവരാക്രമിച്ച വർഷങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. അഥവാ ബാബിലോൺ കീഴടക്കിയത്, അല്ലെങ്കിൽ നമുക്ക് വേണം യഹൂദയുടെ ഭരണം ഇവര് പിടിച്ചെടുത്ത വർഷങ്ങളാണ് ഇവിടെ കാണുന്നത്. 539 BC. അതിന് 10 വർഷം മുമ്പ് തന്നെ വാസ്തവത്തിൽ ഈ ബാബിലോൺ യുദ്ധം മേദ്യ പേർഷ്യ രാജാക്കന്മാരിൽ പേർഷ്യൻ രാജാവായിരിക്കുന്ന കോരശാണ് ചെയ്തത്. എങ്കിലും ആദ്യത്തെ 2 വർഷക്കാലം മേദ്യനായ ദാര്യാവേശായിരുന്നു. നമ്മളത് 5-ാം അധ്യായത്തിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയും, 6-ാം അധ്യായത്തിലും കാണാൻ കഴിയും. മേദ്യനായ ദാര്യാവേശ് വാസ്തവത്തിൽ ഒരു ഫുൾ സ്കെയിൽ രാജാവായിരുന്നില്ല. ദാര്യാവേശ് കോരശിന്റെ ഒരു വാസൽ കിങ് ആയിരുന്നു. വാസൽ കിങ് എന്ന് വെച്ചാൽ ആശ്രിത രാജാവായിരുന്നു. ശരിയായ രാജാവ് 10 വർഷം മുമ്പ് തന്നെ, 539 10 വർഷം മുമ്പ് തന്നെ കോരശ് വാസ്തവത്തിൽ മേദ്യ രാജാക്കന്മാരെ കീഴടക്കിയതാവും. മേദ്യയും പേർഷ്യ അഥവാ ഇറാന്റെ ഭാഗങ്ങളാണ് ഈ മേദ്യ എന്ന് പറയുന്നത്. പേർഷ്യ എന്ന് പറയുന്നത് ഇറാന്റെ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോ
ഈ രണ്ടാമത്തെ രാജ്യത്വം അത് സിൽവർ ആണ്. മൂന്നാമത്തെ രാജ്യത്വം ആ ഭാഗത്ത് തന്നെ കാണുന്നു. നമ്മള് സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്ന താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. മൂന്നാമത്തെ രാജ്യത്വം അത് വയറും അരയുമാണ്, ബെല്ലി ആൻഡ് തൈസ്. അത് ഗ്രീസ് ആണ് എന്നുള്ളത് നമുക്കറിയാം, ഗ്രീക്ക് രാജാക്കന്മാർ. പിന്നെ നമ്മൾ താഴോട്ട് നാലാമത്തെ രാജ്യത്വത്തെ കുറിച്ച് വായിക്കുമ്പോൾ നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയൊക്കെയും ഇടിച്ച് തകർത്ത് കളയും. കാലും എന്ന് പറയാ നാലാമത്തെ രാജ്യത്വം. ആ രാജ്യത്വത്തിന്റെ പ്രത്യേകത അത് ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. അത് സകലത്തിനെയും ഇടിച്ചു തകർത്ത് കളയും. ഈ രാജ്യത്തിന്റെ പ്രത്യേകത നമുക്ക് പിന്നെ മറ്റു ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ അടുത്ത ചാർട്ട് വരുമ്പോൾ നമുക്ക് ഈ രാജ്യത്വങ്ങളുടെ പ്രത്യേകത നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. നാലാമത്തെ രാജ്യത്വം റോമാണ്. അപ്പൊ 4 രാജ്യത്വങ്ങൾ: ബാബിലോൺ ഏറ്റവും മുകളിൽ, അതിനുശേഷം മേദ്യ പേർഷ്യ, അതിനുശേഷം ഗ്രീസ്, യവന രാജാവ്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് ആരാ? യവന രാജാവിലെ പ്രധാനപ്പെട്ട ഗ്രീക്കിലെ പ്രധാനപ്പെട്ട രാജാവ് അലക്സാണ്ടർ. അതിനുശേഷം ആണ് റോം വരുന്നത്. റോം ഡയറക്റ്റ് ആയിട്ട് ബാബിലോണിനെ ആക്രമിച്ച് കീഴടക്കിയതല്ല. റോം ഗ്രീസിനെ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ റോമിന്റെ അധീനതയിലായി വന്നതാണ്. ഇനി അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ 41 കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്ന് കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. പിന്നെ കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നത് പോലെ രാജ്യത്വം ഒട്ടു ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും എന്ന് പറയാം. പിന്നെ ഇരുമ്പും കളിമണ്ണും 43 ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. അപ്പൊ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വേറൊരു രാജ്യത്വത്തെ കുറിച്ച്, ആ രാജ്യത്വത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറച്ച് ഇരുമ്പുണ്ട്, കുറച്ച് കളിമണ്ണുണ്ട്. വേണമെങ്കിൽ പറയാം നാലാമത്തെ രാജ്യത്വമായിരിക്കുന്ന റോമിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് വേണമെങ്കിൽ പറയാം, അടുത്ത ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇനി ആരെങ്കിലും അഞ്ചാമത്തെ രാജ്യത്വം എന്ന് പറഞ്ഞാലും വിരോധമില്ല. നാലാമത്തെ രാജ്യത്വമായിരിക്കും റോമിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിന്റെ കൂടെ എന്തുണ്ട്? അതിന്റെ കൂടെ കളിമണ്ണും ഉണ്ട്. കളിമണ്ണ് നമ്മൾ ഓർത്തു ജനാധിപത്യമാണ്. വാസ്തവത്തിൽ റോമൻ ഭരണക്രമത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സെനറ്റ് ആണ്. ഈവൻ രാജാക്കന്മാരെ വാഴിക്കാൻ പോലും സെനറ്റിന് ഒരു സേ ഉണ്ടായിരുന്നു റോമൻ ഭരണത്തിൽ. അപ്പൊ റോമൻ ഭരണത്തിൽ വാസ്തവത്തിൽ സെനറ്റിന്, നമ്മുടെ പാർലമെന്റ് പോലെ സെനറ്റിന് വലിയ പ്രാധാന്യമുള്ളതാണ് റോമൻ ഭരണം ആയിരുന്നത്. അതിന്റെ പിന്തുടർച്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് നമുക്കറിയാം, ഈ ഭാഗം അന്തിക്രിസ്തുവിന്റെ ഭരണക്രമത്തോടുള്ള ബന്ധത്തിലാണ് നമുക്ക് അവസാന കാലഘട്ടത്തിൽ, ഇന്നല്ല, അവസാന കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അതിന്റെ എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തു മഹത്വപുരുഷൻ. നമ്മൾ ഒരു കാര്യം ഓർത്തോളം കേട്ടോ, പഴയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് എന്ന് പറയുമ്പോൾ എപ്പോഴും മഹത്വപ്രത്യക്ഷത ഓർക്കുന്നത്. കാര്യം മധ്യാകാശത്തിൽ കർത്താവ് വരുന്നു എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയതാ, അത് പഴയ നിയമത്തിലില്ല. അപ്പൊ പഴയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന സമയത്തെല്ലാം നമ്മൾ ഓർക്കുന്നത് എന്താ? അത് മഹത്വപ്രത്യക്ഷതയെ കുറിച്ചാ. അപ്പൊ മഹത്വപ്രത്യക്ഷതയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുമ്പോ ആ കാര്യത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അന്നുള്ളതായിരിക്കുന്ന ഭരണക്രമം എന്ന് പറയുന്നത് ഇരുമ്പും കളിമണ്ണും ചേർന്നതായിരിക്കും. ഇന്നും അത് തന്നെയല്ലേ? ഇന്നും വാസ്തവത്തിൽ ഭരണക്രമം എന്ന് പറയുന്നത് ഇരുമ്പും കളിമണ്ണും ചേർന്നതാ. എല്ലായിടത്തും അത് തന്നെയാ. ഒരു പരിധിവരെ രാജകീയ ഭരണം പോലെയാണ് ഇന്ന് നടക്കുന്നത്. പക്ഷെ ജനാധിപത്യമുണ്ട്. ഇവിടെ നമ്മൾ 43-ാം വാക്യത്തിൽ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും എന്നൊരു വാക്കുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യർ ഇത് ഒരുമിച്ചാക്കാനായിട്ട്, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. പക്ഷേ അതൊരിക്കലും ഇടകലരുവാനായിട്ട് സാധ്യമാകത്തില്ല. ഈ രണ്ട് രാജ്യത്വങ്ങൾ, രണ്ട് സ്വഭാവങ്ങളും അന്ത്യനാളിലുള്ളതായിരിക്കുന്ന ഭരണക്രമത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ഒരു വാക്കുകൂടെ പറഞ്ഞ് നമ്മുടെ ഒന്ന് രണ്ട് വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ രാജാക്കന്മാരുടെ കാലത്ത് 44-ാം വാക്യം, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. നമുക്കറിയാം ആ രാജ്യത്വം സ്ഥാപിക്കുന്ന എപ്പോഴാ? കർത്താവായ യേശുക്രിസ്തു താൻ രാജാവായിട്ട് ഈ ഭൂമിയിലേക്ക് വരുമ്പോഴാ. കർത്താവായ യേശുക്രിസ്തു താൻ രാജാവായിട്ട്, നമ്മള് ഇതിനു മുമ്പ് പ്രാവശ്യം ഇത് പഠിച്ചിട്ടുള്ളതാ. കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ട് ഇന്ന് രാജാവായിട്ടാണോ താൻ? ആണോ? ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ പ്രത്യേകത എന്താ? അവൻ രാജാവായിട്ട് തന്നെയല്ലേ? രാജാവ് തന്നെയല്ലേ? പക്ഷെ കർത്താവിന്റെ രാജ്യത്വം എന്ന് പറയുന്നത് എപ്പോഴും 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിലാണ്.
നിത്യരാജ്യത്വം ആണെന്ന് പറയും. അതെന്താ നിത്യരാജ്യത്വം എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു രാജ്യത്വം അവൻ രാജാവായിട്ട് വരുന്ന എപ്പോഴാ അവൻ ഇപ്പൊ കർത്താവിന്റെ രാജ്യത്വം ഉണ്ടോ? നമ്മൾ ഇനി വെളിപ്പാട് പുസ്തകം അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാൻ സമയമില്ലല്ലോ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ കുറിച്ച് നമ്മൾ രാജാവായിട്ട് താൻ അവരോധിക്കുന്നത് നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 12-ാം അധ്യായം ട്രിബുലേഷൻ അഥവാ പീഡനകാലത്തിന്റെ മധ്യത്തിലുള്ളതാണ് 12-ാം അധ്യായം. 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു രാജ്യത്വം അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ 19-ാം അധ്യായത്തിൽ അവിടെ വരുമ്പോ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ട് തന്നെ അഭിഷേകം ചെയ്തു. നമ്മൾ സമയമില്ലല്ലോ അല്ലെ, നമ്മുടെ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും 19-ാം അധ്യായം നിങ്ങൾ നോക്കിയേ. 19-ാം അധ്യായം അവിടെ 6-ാം വാക്യത്തിൽ, 19-ാം അധ്യായത്തിന് 6-ാം വാക്യം, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു രാജ്യത്വം എന്ന് പറയുന്നത് അവൻ രാജാവായിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്ന സമയമാണ്. ഇന്ന് അവൻ രാജാവാണെന്ന് വെച്ചാൽ, രാജാവാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവാചക ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ, കർത്താവ് പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്, പ്രവാചക ശുശ്രൂഷ താൻ ഈ ഭൂമിയിലായിരുന്നപ്പോ, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാട് മനുഷ്യനെ അറിയിക്കുന്നവൻ. പൗരോഹിത്യ ശുശ്രൂഷ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോ താൻ രാജാവായിട്ടാണ് വരുന്നത്. തന്റെ രാജ്യത്വം എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയിലേക്കുള്ളതാണ്. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു രാജാവ് എന്നുള്ള ഒഫീഷ്യൽ രീതിയിലുള്ള തന്റെ രാജ്യത്വത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടും. കാര്യം എന്തുകൊണ്ടാ? പിന്നെ രാജാവായിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവന്റെ രാജ്യത്ത് നിത്യരാജ്യത്വമാണ്. എന്ന് വെച്ചാൽ അതിനുശേഷം പിന്നെ രാജാവ് ഉണ്ടാകുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ ഈ ഭൂമിയിലേക്ക് മഹത്വപ്രത്യക്ഷത്തിൽ വന്നു കഴിയുമ്പോൾ അവൻ രാജാവായിട്ട് വരും. 1000 ആണ്ട് അവൻ ഈ ഭൂമിയെ ഭരിക്കും. അതിനുശേഷം പിന്നെ ഒരു രാജ്യത്വം നമുക്ക് മനുഷ്യരുടെ ബന്ധത്തിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയും കർത്താവായ യേശുക്രിസ്തു രാജ്യത്വം നിത്യരാജ്യത്വമാണ് എന്ന് പറയും. പക്ഷേ കർത്താവായ യേശുക്രിസ്തു രാജ്യത്വം നമ്മൾ എപ്പോഴും ഓർത്തോണം, അത് തന്റെ മഹത്വപ്രത്യക്ഷതയുമായിട്ട് 1000 ആണ്ട് വാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ ഓർത്തോണം. വെളിപ്പാട് പുസ്തകത്തിൽ 2 പ്രാവശ്യം 12-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 45-ാം വാക്യം, കൈ തൊടാതെ ഒരു കല്ല്, ദാനിയേൽ പ്രവചനം 2:40, കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞത് കണ്ടതിന് താല്പര്യമോ? അതാണ് നമ്മൾ 44-ാം വാക്യത്തിൽ കണ്ടത്. അവിടെ ഈ രാജ്യത്വങ്ങളെ നശിപ്പിക്കും. ഈ രാജ്യത്വങ്ങളൊന്നും നമ്മൾ ഇനി വെളിപ്പാട് പുസ്തകത്തിൽ നോക്കിയാൽ 13-ാം അധ്യായത്തിൽ അവിടെ അന്തിക്രിസ്തുവിനും ഈ രാജ്യത്വം നമുക്ക് കാണാൻ കഴിയും. 7-ാം അധ്യായത്തിലും നമുക്കിത് കാണാൻ കഴിയും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലും ഇത് തന്നെ കാണാൻ കഴിയും. അപ്പം ഈ രാജ്യത്വങ്ങളെ തകർത്ത് കളയെന്ന് വെച്ചാൽ പിന്നെ എന്താ? നമ്മൾ ഇന്ന് വരെ നമുക്ക് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതായിരിക്കുന്ന ഒരു രാജ്യത്വമായിരിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ താൻ ഈ ഭൂമിയിൽ ചെയ്യാൻ. അത് ബാബിലോൺ ഏകാധിപതിയാ. പക്ഷെ ആ ഏകാധിപത്യം അല്ല. എന്തുകൊണ്ടാ ബാബിലോൺ ഏകാധിപത്യത്തിന്റെ പ്രത്യേകത? എന്തുവാ? കൊല്ലണം എന്ന് പറയുമ്പോൾ കൊല്ലും, ജീവിപ്പിക്കണം എന്ന് പറയും, ജീവിപ്പിക്കും. ഇന്ന് എനിക്കൊരു കാര്യം കിട്ടണമെന്ന് വെച്ചാൽ ഇന്ന് കിട്ടും, കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയെന്ന് പറയും. അതാണോ കർത്താവ് ചെയ്ത ഏകാധിപത്യം? ആണോ? ഒരിക്കലും അല്ല. കർത്താവ് ഏകാധിപതിയാണ്. പക്ഷേ അവൻ ഇരുമ്പുകോൽ കൊണ്ട് മേയിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ഏകാധിപതിയായിട്ട് ഈ ലോകത്തിൽ ആർക്കും, ഒരു മനുഷ്യനും അനങ്ങാനൊക്കത്തില്ല. അത് വേറൊരു വസ്തുതയാ. പക്ഷേ കർത്താവ് നീതിമാനായിരിക്കുന്ന ന്യായാധിപതിയായിട്ടായിരിക്കും നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വാഴുന്നത്. നമ്മളിത് കണ്ട ഒരു ഭാഗം കൂടെ നമ്മൾ കണ്ടല്ലോ അല്ലെ? താൻ ഈ കല്ല് ആയിട്ട് ഈ ഭൂമിയിലേക്ക് വരും എന്ന് വെച്ചാൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത അതോട് ചേർന്ന് ഈ രാജാക്കന്മാരെ നശിപ്പിച്ചു കളയും. താൻ ഒരു വലിയ പർവ്വതമായിട്ട് വരും എന്ന് വെച്ചാൽ ഒരു വലിയ ഈ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മുടെ കർത്താവ് ആയിത്തീരും. അതാണ് ദാനിയേൽ കണ്ടതായിരിക്കുന്ന ആ സ്വപ്നം. ഈ സ്വപ്നത്തിന്റെ ഇനി അതിനെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ആ വിഷയങ്ങൾ പഠിക്കാം എന്ന് വിചാരിക്കുന്നു. വരുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഈ പടം കൊണ്ടുവന്നാൽ നമുക്ക് അടുത്ത ആഴ്ചയും ആ പടം നോക്കി പഠിക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ.